ഗുജറാത്ത് വംശത്തെ കുറിച്ചൊരാൾ പറഞ്ഞാൽ ആ പറഞ്ഞയാളെ, പൃഥ്വിരാജിനെ, അതെഴുതിയ മുരളി ഗോപിയെ എല്ലാവരെയും എന്താക്കുകയാണ്? ഒരൊറ്റ നിമിഷം കൊണ്ട് ആന്റി ഇന്ത്യൻ എന്ന് പറയുകയാണ്, ആന്റി ഹിന്ദു എന്ന് പറയുകയാണ്. എങ്ങനെയാണ് ആന്റി ഹിന്ദു എന്ന് ഗുജറാത്ത് വംശത്തെ പരാമർശിക്കുന്ന എഴുതുന്ന ഒരാളെ പറയാനാവുക? ഗുജറാത്തിൽ ഈ വംശഹത്യ നടത്തിയത് ഹിന്ദുവെന്നാര് പറഞ്ഞു? ഗുജറാത്ത് വംശഹത്യ നടത്തിയത്, ബാബറി മസ്ജിദ് തകർത്തത്, ജബൽപൂരിൽ ക്രൈസ്തവരെ ആക്രമിച്ചത്, ഗ്രാം സ്റ്റുവർട്ട്സ്റ്റൈൻസിനെയും മക്കൾ ഫിലിപ്പിനെയും തിമോത്തിയെയും കത്തിച്ചു കൊന്നത് ഹിന്ദുവാണോ? അല്ല, സംഘപരിവാറാണ്. അത് ഹിന്ദുവല്ല, സംഘപരിവാറാണ്. ഈ എമ്പുരാനിൽ മൗസി എന്ന കഥാപാത്രം അഭയം തേടി വരുന്ന മനുഷ്യരുടെ ഇരകളുടെ മുമ്പിൽ നിന്ന് ആ ഗൃഹനാഥനോട് പറയുന്നൊരു വാചകമുണ്ട്: മക്കൾ വളർന്നു വരുമ്പോൾ പറഞ്ഞു കൊടുക്കണം, ഒരു മതത്തെയും വെറുക്കരുതെന്ന്. ഈ വേട്ടയാടിയൊന്നും മതമല്ല. അതാ സിനിമയിൽ തന്നെയുണ്ട്. വേട്ടയാടിയതൊന്നും മതമല്ല, ഈ രാജ്യമല്ല. വർഗീയതയും മതവും ചേരുന്ന ഒരു പ്രത്യേകമായ ഒരു സന്ദർഭമാണത്. രാഷ്ട്രീയ ആവശ്യത്തിനു വേണ്ടി മതത്തെ ഉപയോഗിക്കുന്നതിനെയാണ് വർഗീയത എന്ന് പറയുന്നത്, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ നോക്കൂ, ഇന്ന് പുലർച്ചെ മുതൽ ഈ രാജ്യത്തെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഹിന്ദുവിന്റെ, മുസൽമാന്റെ, ക്രൈസ്തവന്റെ എല്ലാം ജീവിത ചെലവ് എത്ര കൂടി? പാചകവാതകത്തിന്റെ വില കൂടിയില്ലേ? ഇന്ധനത്തിന്റെ വില കൂടിയില്ലേ? ഇന്ധനത്തിന് വില കൂടുമ്പോൾ ഇവിടെ ഇങ്ങേയറ്റത്ത് ഈ കേരളത്തിലെ കണ്ണീമറ മാർക്കറ്റിൽ വാങ്ങുന്ന സാധനങ്ങളുടെ വില കൂടും. അത് ഹിന്ദു വാങ്ങുന്ന സാധനത്തിന്റെ വില കൂടും. ഈ ക്ഷേത്രത്തിൽ പൂജാദ്രവ്യങ്ങളുടെ വില കൂടും. ഹിന്ദു പെട്രോൾ എന്നൊരു പെട്രോൾ ഉണ്ടോ ഇന്ത്യയിൽ? പാചകവാതകം, ഹിന്ദു പാചകവാതകം, മുസ്ലിം പാചകവാതകം ഇല്ല. മനുഷ്യന്റെ ദുരിതങ്ങൾ ഒന്നാണ്. ആ ദുരിതങ്ങൾ സൃഷ്ടിക്കുന്ന നയമാണ് നിങ്ങളുടേത്. ആ നയത്തിൽ നിന്ന് മറയ്ക്കാൻ, അതിനെതിരെ ഉയർന്നു വരുന്ന കലാപങ്ങളെ, ദുരിതമനുഭവിക്കുന്ന മനുഷ്യരുടെ ഒരുമിച്ചൊന്നായുള്ള മഹാസമരങ്ങളെ ഇല്ലാതാക്കാൻ നിങ്ങൾ മതം പറയുകയാണ്. അതിനാണ് നിങ്ങൾ മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത്. അതിനെയാണ് വർഗീയത എന്ന് പറയുന്നത്. ആ വർഗീയ ഭ്രാന്തി പിടിച്ച രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി മതത്തെ ഉപയോഗിക്കുന്ന നിങ്ങൾ, ആ മതത്തിന്റെ പേര് പറഞ്ഞു നടത്തിയ കൂട്ടക്കൊലകൾ എങ്ങനെയാണ് ഹിന്ദു നടത്തിയതാവുക? അല്ലേ അല്ല. ആ കലാപങ്ങളെ ഓർമ്മിപ്പിക്കുന്നവർ എങ്ങനെയാണ് ഹിന്ദു വിരുദ്ധരാവുക? അല്ല, സംഘപരിവാർ വിരുദ്ധരാണവർ. സംഘപരിവാർ നടത്തിയ കൂട്ടക്കൊലകളെ കുറിച്ച് പറയുന്നയാൾ എങ്ങനെയാണ് ആന്റി ഇന്ത്യനാവുക? എങ്ങനെ ആന്റി ഇന്ത്യനാവും? പൃഥ്വിരാജ് ആന്റി ഇന്ത്യൻ, ആന്റി ഹിന്ദു. ഭയപ്പെടുത്തുകയാണ് വീണ്ടും. ഏറ്റവും പ്രമുഖനായ നിർമ്മാതാവിന്റെ വീട്ടിൽ വീട് കയറുമെങ്കിൽ നാളെ നിന്റെ വീട്ടിലും കയറുമെന്ന് പറയാതെ പറയുകയാണ് നമ്മളോട്. ഭയപ്പെടുത്തുകയാണ്. ഉണ്ടാതിരുന്നു കൊള്ളണമെന്നതാണ്. പൃഥ്വിരാജിന് ഈ അവസ്ഥ വന്നാൽ പിന്നെ ഞാനെന്താണ് അവസ്ഥ? ആലോചിച്ച് നോക്കൂ. മോഹൻലാലിന് മാപ്പ് പോസ്റ്റിടേണ്ടി വന്നാൽ പിന്നെ ഞാനെന്താകും? ഭയം വീണ്ടും വീണ്ടും ഭയം ഉത്പാദിപ്പിക്കുകയാണ്. ഭയം ഭരിക്കുന്ന രാജ്യത്ത് പിന്തിരിഞ്ഞോടണമോ, ഒറ്റയ്ക്കു നിൽക്കുന്ന മാൻപേടയായി മാറണമോ, തിരിഞ്ഞു നിൽക്കണമോ? ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ രാജ്യത്തെ. നെവർ വി നോ. നമ്മൾ അറിയുന്നില്ല. ഭയം നമ്മളെ കീഴടക്കുന്നത് അറിയുന്നില്ല. ഭയത്തിന്റെ വഴിയിൽ നമ്മൾ ഓടിക്കേറുന്നത് എവിടേക്കെന്നും അറിയില്ല. നിൽക്കണം അവിടെ. കരുത്തായ ഇന്ത്യയുടെ